എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് 2 ടൈപ്പ് ബോ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടെണ്ണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പാണ് ചെയ്യുന്നത്. ചെറിയ കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒരുപോലെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാനിത് ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബണ്ണിലോ ബുഷിലോ അതുപോലെ നമ്മളെ ടിക് ടാക്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സൈസ് കുറച്ച് ചെയ്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിൽ കിടക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതായത് 2 നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് 3 ലെയർ ആയിട്ടുള്ള ബോ ആണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്ലെയിൻ തുണിയോ അത് പ്രിൻറ്റഡ് ക്ലോത്തോ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പ്രിഫർ ചെയ്യാം. പക്ഷേ എടുക്കുന്ന ക്ലോത്ത് കോട്ടൻ്റെ ക്ലോത്ത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ഒരു പീസിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് 7 ഇഞ്ച് വിടുത്തും 5.5 ഇഞ്ച് ലെങ്ത്തുമാണ്. രണ്ടാമത്തെ പീസ് എന്ന് പറയുന്നത് 7 ഇഞ്ച് വിടുത്തും 7 ഇഞ്ച് ലെങ്ത്തുമാണ്. അതായത് ഒന്ന് 7 ഇഞ്ച് വിടുത്തും 7 ഇഞ്ച് ലെങ്ത്തുമാണ്. മറ്റേ പീസ് 7 ഇഞ്ച് വിടുത്തും 5.5 ഇഞ്ച് ലെങ്ത്തും. അതായത് ലെങ്ത്തിൽ മാത്രം വേരിയേഷൻ വരുന്ന 2 പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതേപോലെ കറക്റ്റ് മടക്കിടുക, സെൻട്രലായിട്ട് മടക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അരികു വശം സൈഡ് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതെന്തിനാണ് ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയൊരു പോർഷൻ നമ്മൾ ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ സെൻറ്ററിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അതിൻ്റെ ശേഷം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ സ്റ്റിച്ച് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ നമ്മൾ 2 പീസിലും സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പ് വഴി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നല്ല തുണി പുറത്തേക്ക് എടുക്കുക. നല്ല തുണി ഇപ്പോൾ ഉള്ളിലാണ് ഇരിക്കുന്നത്, ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ നല്ല വശം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുത്തിട്ട് അരിക വശങ്ങളൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പെന്നോ അങ്ങനെ എന്തെങ്കിലും പോയിൻറ്റഡ് ആയിട്ടൊരു സാധനം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് സൈഡൊക്കെ കോർണറൊക്കെ ഒന്ന് കുത്തി കൊടുത്താൽ കറക്റ്റ് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഇത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ചെറിയ ഗ്യാപ്പ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ സെയിം കളർ ത്രെഡ് ഉപയോഗിച്ചിട്ട്, അതായത് സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ട് കൈത്തുന്നു തുന്നുക. അതായത് നമ്മൾ ഹെമ്മിങ് ഒക്കെ ചെയ്യില്ല, അതുപോലെ തുന്നിയെടുക്കുക കേട്ടോ. നമ്മൾ ഈ ബോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് 3 ലെയർ ആയിട്ടുള്ള ബോ ആണ് നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ മൂന്നാമത്തെ ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പീസ് എന്ന് പറയുന്നത് 10 ഇഞ്ച് വിടുത്താണ്. 10 ഇഞ്ച് വിടുത്തും 6 ഇഞ്ച് ലെങ്ത്തും ഉള്ള പീസാണ് നമ്മൾ മൂന്നാമതായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചാൽ ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ല വശം ഉള്ളോട്ടേക്ക് വെക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ സൈഡിൽ നിന്നേ സ്റ്റിച്ച് ചെയ്തിട്ട് വരും. അതായത് നമ്മൾ കോർണറിലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് സെൻറ്ററിലെത്തുമ്പോൾ നിർത്തിയിട്ട് പിന്നെ ബാക്കി സ്റ്റിച്ച് ചെയ്യും. അതായത് ചെറിയൊരു ഗ്യാപ്പ് ഇതിനും ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതും മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബോൻ്റെ സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് വേണം. അത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 7 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിടുത്തുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് വശം ഞാൻ തയ്ച്ചിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പീസ്, അതായത് 4 പീസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും വലിയ പീസ് ഇതുപോലെ എടുത്തിട്ട് കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് മടക്കുക. മടക്കിയിട്ട് എന്തിനാണെന്ന് വെച്ചാൽ സെൻറ്റർ കണ്ടുപിടിക്കാനാണ്. അതുപോലെ തന്നെ നമ്മൾ 3 പീസിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ 3 പീസിൻ്റെ സെൻറ്റർ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം നമ്മൾ വെക്കുന്നത് ഏറ്റവും വലിയ പീസാണ്. അപ്പോൾ ഏറ്റവും വലിയ പീസ് ഇതേപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ, അതായത് താഴത്തുനിന്ന് മുകളിലേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ രണ്ടാമത്തെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടുന്ന് 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ മൂന്നാമത്തെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഏറ്റവും മുകളിൽ വെക്കുന്നത് 7 ഇൻറ്റു 7, അതായത് സെയിം അളവിൽ എടുത്തിട്ടുള്ള പീസാണ്. സെൻറ്ററിൽ നമ്മൾ ലെങ്ത്ത് കുറച്ചെടുത്തിട്ടുള്ള പീസാണ് വെക്കുന്നത്. ഏറ്റവും അവസാനം വെച്ചിട്ടുള്ളത് ഏറ്റവും ലെങ്ത്ത് കൂടിയിട്ടുള്ള പീസാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ 3 പീസും കൂടി ഒന്ന് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് 2 സൈഡിലായിട്ട് പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സാധാരണ സെയിം കളറിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് തുന്നി കൊടുക്കാം. തുന്നിയിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക, വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോ പോലെ അത് വന്നിട്ടുണ്ടാവും. അപ്പം വലിച്ചു കൊടുത്തിട്ടുണ്ട്. വലിച്ചിട്ട് നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടി കൊടുത്തിട്ടുണ്ട്. കെട്ടി കൊടുത്തതിന് ശേഷം ഞാൻ ആ ത്രെഡ് കട്ട് ചെയ്തിട്ടില്ല, അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അയൺ ചെയ്തെടുത്തിട്ടുള്ളതിന് കൂടുതൽ വേറൊരു പീസും കൂടി ഉണ്ടായിരുന്നല്ലോ നമുക്ക് സെൻറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പീസ് എടുത്തിട്ടുണ്ട്. ഈ പീസ് ഞാൻ ജസ്റ്റ് സെൻറ്റർ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അതേപോലെ നിന്നാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ബാക്കോട്ടേക്ക് എടുത്തിട്ടുണ്ട്. ബാക്കോട്ടേക്ക് എടുത്തിട്ട് ഇതേപോലെ തുന്നി കൊടുത്തിട്ടുണ്ട്. അതായത് ചീത്ത വശത്താണ് നമ്മൾ തുന്നി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ലൂസൊന്നും ഇല്ലാണ്ട് കറക്റ്റ് ടൈറ്റാക്കി പിടിച്ചിട്ട് തുന്നുക. ഇനി നിങ്ങൾക്ക് കുറച്ച് ലൂസ് വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെക്കാം. അതിൻ്റെ ഉള്ളിലൂടെ എന്താ പറയുക ക്ലിപ്പ് കടത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ ലൂസ് ഇല്ലാണ്ടാണ്
തുന്നി കൊടുക്കുന്നത്. പിന്നെ ഈ സമയത്ത് ക്ലിപ്പിന് പകരം നിങ്ങൾക്ക് ബണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് ബുഷ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കറക്റ്റ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ബാക്കി എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് ആക്കിയിട്ട് മടക്കുക. അതായത് തെമ്പത്തുള്ള വശങ്ങൾ മടക്കിയിട്ട് ഉള്ളോട്ടേക്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബുഷ് ഇട്ട് കൊടുത്തിട്ട് തുന്നി സെക്യൂർ ചെയ്യുക. അതായത് ബുഷ് ഇടുമ്പോൾ എന്താ പറയുക, ഈ കട്ട് ചെയ്ത് കിടക്കുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് മടക്കിയിട്ട് ഉള്ളോട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബുഷ് ഇട്ടിട്ട് തുന്നി കൊടുക്കുക. പക്ഷെ നമ്മളിവിടെ ബുഷ് ഇടാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ കറക്റ്റ് തുന്നിയതിൻ്റെ ശേഷം എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടിട്ട് ഇപ്പം നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലൊരു ക്ലിപ്പ് ഉണ്ടാവും. ചിലപ്പോൾ മേൽഭാഗം പൊട്ടിപ്പോയിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ക്ലിപ്പ്, അല്ലെങ്കിൽ അത്ര നല്ലതല്ലാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ക്ലിപ്പ് നിങ്ങൾ ആദ്യം ഉപയോഗിച്ചിട്ട് നിങ്ങൾ നേരത്തെ ലൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ അതിൻ്റെ ഉള്ളിലൂടെ നിങ്ങൾക്ക് കടത്തിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിവിടെ ലൂസ് കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഉള്ളിലൂടെ കടത്തിയെടുക്കാൻ വേണ്ടി പറ്റാത്തത്. അപ്പം നമ്മളിനി ചെയ്യണത് എന്താ വെച്ചാൽ ഈ ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്യണം. അതായത് ഫുള്ളായിട്ട് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്യാണ്. ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ബോൻ്റെ കറക്റ്റ് സെൻറ്റർ ക്ലിപ്പിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ബോ ഇവിടെ റെഡിയായി. ഇത് നമ്മൾ 3 ലെയറായിട്ടുള്ള ബോ ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു ബോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒക്കെ ഒരുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ബോ കുറച്ചും കൂടി സൈസ് കുറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ടിക് ടാക്കിൽ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റിയും മറിച്ചിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയാൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ ബോ എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ ബോ ഫസ്റ്റത്തെ ബോനേക്കാളും കുറച്ചും കൂടി സിമ്പിളാണ്, എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബോ ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ബോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 14 ഇഞ്ച് വിഡ്ത്തും 8 ഇഞ്ച് ലെങ്ത്തും ഉള്ളൊരു പീസാണ്. രണ്ടാമത്തെ ബോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഷിഫോൺ, ക്രേപ്പ് അങ്ങനത്തെ ടൈപ്പ് തുണി എടുക്കുക. അതായത് ഈ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് തുണി എടുക്കുക. അപ്പോഴാണത് ഭംഗി കൂടുതലുണ്ടാവുക കോട്ടനേക്കാളും കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ക്ലോത്ത് അങ്ങനെ എടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ല വശം ഉള്ളിലാക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. നേരത്തെ പോലെ പകുതി നടുക്ക് ചെറിയ ഗ്യാപ്പൊന്നും ഇടുന്നില്ല, മൊത്തമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളത് മറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കുകയാണ്. 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് മടക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സൂചി നൂല് ഉപയോഗിച്ചിട്ട് അരികുവശം തുന്നിയിട്ട് ഇതേപോലെ നമ്മൾ വലിച്ചു കൊടുത്താൽ ബോ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ബോ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റത്തെ ബോ ആയാലും ശരി രണ്ടാമത്തേതായാലും ശരി ഞാൻ മെഷീനിൽ തുന്നുന്നത്, നിങ്ങൾക്ക് മെഷീൻ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ആ പോർഷൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൈത്തുന്ന് തുന്നിയാൽ മതി. ഒത്തിരി തുന്നാനൊന്നുമില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. മെഷീൻ ഇല്ലാത്തവർക്കും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു പീസ് വേണം. 14 ഇഞ്ച് വിഡ്ത്തും 14 ഇഞ്ച് ലെങ്ത്തും ഉള്ളൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ ഈ ഒരു ബോ ചെയ്യാൻ നമുക്ക് ഷിഫോൺ ആണ് വേണ്ടതെന്ന് പറയാനുള്ള കാരണം. കാരണം ഈ ഒരു പീസ് നമ്മൾ സൈഡൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ തീയിൽ ഇതുപോലെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം അതൊരു കുഴഞ്ഞിരിക്കുമ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ സെർലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെർലൈറ്റ് ഉപയോഗിച്ചിട്ട് 4 വശവും ഇതേപോലെ ജസ്റ്റ് തീയിലൊന്ന് കാണിച്ചു കൊടുക്കുക. എനിക്ക് സെർലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ മെഴുകുതിരി ഉപയോഗിച്ചിട്ട് കത്തിക്കണേ കേട്ടോ. അപ്പോൾ നോക്കുക, തുണി ആവുമ്പോൾ പെട്ടെന്ന് കത്തിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ ചെയ്യുക. 4 വശവും നമ്മൾ ഇതേപോലെ ജസ്റ്റ് തീയിലൊന്ന് കാണിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക കേട്ടോ, ഇതുപോലെ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ മടക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി മടക്കി കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇതുപോലെ ക്ലോത്ത് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് മടക്കുക. അതുപോലെ തന്നെ അടുത്ത സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് മടക്കുക കേട്ടോ. അതായത് ചീത്ത വശത്തേക്കാണ് നമ്മൾ മടക്കുന്നത്, നല്ല വശം അടിയിലാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ ഇതേപോലെ മടക്കി എടുത്തിട്ട് ഒന്ന് അവിടെ പിൻ കുത്തി കൊടുക്കുക, കാരണം ഇളകി പോവാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഒരറ്റം മുതൽക്ക്, അതായത് സെൻറ്ററിൽ ഒരറ്റം മുതൽക്ക് അടുത്ത അറ്റം വരെ തുന്നിയിട്ട് നമ്മൾ ബോ ചെയ്തതുപോലെ തന്നെ വലിച്ചു കൊടുക്കുക. മാക്സിമം വലിച്ചു കൊടുക്കുക. ഒരുപാട് ചുരുക്ക് വരുമ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതേപോലെ വലിച്ചെടുത്തിട്ട് ത്രെഡ് അവിടെ നിന്ന് കട്ട് ചെയ്യേണ്ട. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോയിൽ സെൻറ്ററിൽ ഇത് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. എന്നിട്ട് സെക്യൂർ ചെയ്തിട്ട് കെട്ടിയിട്ടിട്ട് എന്ത് ചെയ്യുക, നേരത്തെ ഒരു പീസ് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കവർ ചെയ്യാൻ വേണമല്ലോ. അപ്പോൾ അതിന് നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. 5 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തും ഉള്ളൊരു പീസ് എടുത്തിട്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ സെൻറ്റർ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെൻറ്റർ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്വിസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ അതേപോലെ
സെൻറ്റർ മടക്കിയിട്ടുണ്ട്. കാരണം അത്രയും വീതി വേണ്ടാത്തതിനെ കൊണ്ട് ഞാൻ സെൻറ്റർ മടക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് കൊടുത്തിട്ട് അതായത് ബാക്ക് വശത്തേക്ക് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇവിടെയും നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതല്ല കുറച്ച് ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഉള്ളിലൂടെ ക്ലിപ്പ് കടത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല ബുഷ് ഇട്ട് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് കറക്റ്റാക്കിയിട്ട് മടക്കിയിട്ട് അതായത് ബുഷ് ഉള്ളിലിട്ട് കൊടുക്കുക. എന്നിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് സെക്യൂർ ചെയ്യുക. അതായത് കുറച്ച് നീറ്റിൽ ചെയ്യുക കേട്ടോ. നമുക്ക് ചെയ്യാനാണെങ്കിലും നമ്മൾ പുറത്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും എപ്പോഴും നീറ്റിൽ ചെയ്ത് തന്നെ പഠിക്കുമ്പോൾ നീറ്റിൽ തന്നെ ചെയ്ത് പഠിക്കുക. അപ്പോഴേ നമുക്ക് ആ പെർഫെക്ഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മളിതും ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതേപോലൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ക്ലിപ്പിൽ ആദ്യം സെൻറ്ററിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാനിത് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നതിൻ്റെ ശേഷം ബാക്കി ഭാഗത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ബോ മാത്രം നമ്മൾ അതായത് ആ താഴത്തേക്ക് വരുന്ന പോർഷൻ നമ്മൾ ഒട്ടിക്കുന്നില്ല, ബോ മാത്രം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. രണ്ട് സൈഡിലും അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്ത് വരുന്ന ഭാഗം ഇങ്ങനെ ലൂസായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇളകിയിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മളിത് വലിയ ആളുകൾക്കും ചെറിയ ആളുകൾക്കും ഒക്കെ ഒരുപോലെ തന്നെ ചെയ്യാം. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് മുടിയിൽ വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.